CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ 3ാം ചരമദിനമാണെന്ന്. CPMലെ ക്രൈസിസ് മാനേജറായിരുന്ന കോടിയേരിയുടെ ഓർമ്മകളിലാണ് പാർട്ടിയും കുടുംബവും. കേരള രാഷ്ട്രീയത്തിൽ നികത്താനാവാത്തൊരു വിടവാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം വിട പറഞ്ഞിട്ട് ഇന്നിപ്പോൾ 3 വർഷം തികയുകയാണ്. പ്രിയപത്നി വിനോദിനി കോടിയേരി, മകൻ ബിനീഷ് കോടിയേരി, ബിനോയ് കോടിയേരി. ഈ ഒരു 3 വർഷം എങ്ങനെയാണ് അതിനെ ഓർക്കുന്നത്? പോയ അന്ന് മുതലുള്ള ആ വിഷമം ഇന്നും അങ്ങനെ അതിൽ പോകുന്നു. എല്ലാ ദിവസവും ഓർമ്മയിലുണ്ടല്ലേ? ഉണ്ട്. ഇപ്പം പിന്നെ ഈ സമയം അടുത്ത് വരുമ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ കൂടുതലായിരിക്കും. ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം എല്ലാം വരുമ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ കൂടുതലാണ്. ഞങ്ങളന്ന് അപ്പോളോയിൽ പോയ ഓഗസ്റ്റ് 29 ആ സമയം വരുമ്പോൾ എനിക്ക് ആരോടും സംസാരിക്കാനേ തോന്നില്ല. അസുഖം പെട്ടെന്ന് കൂടുതലാണെന്ന് അറിഞ്ഞു ഞങ്ങൾ അപ്പോളോയിലേക്ക് പോകുന്നു. അത് അന്ന് മുതലുള്ള സമയങ്ങൾ എനിക്ക് ഒരുതരം മരവിപ്പാണ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ. എന്തായിരുന്നു അന്ന് നടന്നത്, അവിടുന്ന് എന്ത് സംഭവിച്ചു, പോകുമ്പം രക്ഷപ്പെട്ടു വരുമെന്ന് വിചാരിച്ചു. ബാലചേട്ടൻ തന്നെ പോകാൻ നേരത്ത് ആ വീൽ ചെയറിലിരുന്നിട്ട് എല്ലാവരോടും AKG സെൻറ്റർ ഫ്ലാറ്റിൽ നിന്നായിരുന്നു ഞങ്ങൾ പോയത്. രാവിലെ എല്ലാം ബാലചേട്ടൻ പോകാനുള്ള തിടുക്കമായിരുന്നു. പോകാൻ തീരുമാനിച്ചപ്പം പെട്ടെന്ന് റെഡിയായി നിന്ന് എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യായിരുന്നു. എന്തോ എയർ ആംബുലൻസ് വരാനായിട്ട് ഇവർ രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എന്തോ പറഞ്ഞു ബാലചേട്ടൻ വേഗം പോകാമെന്ന് പറഞ്ഞിട്ട് ആ ചേർന്ന് എഴുന്നേറ്റ് ശരിക്കും ആരും സഹായിക്കാതെ പോവാൻ സമയമായിരുന്നു പറഞ്ഞു. അപ്പം വിജയേട്ടൻ പറഞ്ഞു ബാലകൃഷ്ണൻ ഇരിക്കുകയായിട്ടില്ല, പോകാനായിട്ടില്ല. പോകുമ്പോഴും പറഞ്ഞു നമുക്ക് ഇവിടെ വെച്ച് തന്നെ കാണാം, ഇവിടെ തന്നെ തിരിച്ചു വരും, ഞാൻ തിരിച്ചു വന്നിട്ട് ഇവിടെ വെച്ച് തന്നെ കാണാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇത്ര രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്യാൻ ഒരു പ്രത്യേക കഴിവ്, ഇപ്പോൾ ഒരു നയതന്ത്രജ്ഞതയൊക്കെ ഉണ്ട് അല്ലേ? അതുകൊണ്ടും ഈ രോഗത്തെയും സമാനമായ രീതിയിൽ അതിജീവിക്കുമെന്ന് കരുതി. അങ്ങനെ തന്നെ വിചാരിച്ചു. ബാലചേട്ടൻ വളരെ കരുത്തോടു കൂടിയാണ് രോഗത്തിനെ അതിജീവിച്ചു. അവരത് ആലോചിക്കുന്നില്ലായിരുന്നു ശരിക്കും പറയാൻ വെച്ചാൽ. ഒരസുഖത്തിനെ കുറിച്ചൊന്നും ആളുകളെല്ലാം കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്നെല്ലാം പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യണം. എനിക്ക് കമ്മിറ്റി ഉണ്ട്, കമ്മിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് അവരോട് പറയാം എനിക്ക് നാളെ ഡിസ്ചാർജ് ചെയ്യണം, നാളെ കമ്മിറ്റി ഉള്ളതാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു. എല്ലാ അർത്ഥത്തിലും എൻ്റെ ഒരു ഹീറോ എന്നുള്ള അച്ഛൻ തന്നെയാണ്. എല്ലാ തരത്തിലും ഞാൻ നോക്കുകയാണെങ്കിൽ എല്ലാ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതാണെങ്കിലും ഫാമിലി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണെങ്കിലും അല്ല ഏത് തരത്തിൽ നോക്കുകയാണെങ്കിൽ അച്ഛൻ ആ അർത്ഥത്തിൽ ഒരു റോൾ മോഡലാണ്. അപ്പം അച്ഛൻ നിർവഹിച്ച എല്ലാ റോളിലും ഏറ്റവും മികച്ച ആൾ അച്ഛൻ തന്നെയായിരുന്നു. അച്ഛൻ ഇപ്പോൾ അവസാനം ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നിരന്തരം സംസാരിക്കുമായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞൊരു വലിയൊരു വൈകാരികമായിട്ടുള്ള ഒരു വാക്ക്, ഇത് ഞാനില്ലാതാകുമ്പോൾ നിങ്ങളെല്ലാം സ്വതന്ത്രരാകും എന്നുള്ളതാണ്. അതൊരു വല്ലാത്തൊരു വൈകാരികതയുടെ ഒരംശമായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആരോപണമുണ്ടോ? 3 വർഷമായിട്ട് ഞങ്ങളെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഞങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളായ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അത് അത്തരത്തിലുള്ളത് കൊണ്ട് അതൊക്കെ രാഷ്ട്രീയമാണ് എന്ന നല്ല രാഷ്ട്രീയ ബോധ്യത്തോട് കൂടിയിട്ട് ഞങ്ങളെ വളർത്തിയിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ് ഉമ്മൻചാണ്ടിയൊക്കെ ആയിട്ട് അല്ലേ? അവരോടൊക്കെ ഒരു ഓർമ്മ അച്ഛൻ്റെ മറ്റു സുഹൃത്തുക്കൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ? അച്ഛനെ സംബന്ധിച്ചിട്ട് മരണപ്പെട്ടതിന് ശേഷം വന്ന് എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുള്ള മുന്നണികളിലുള്ള ആളുകൾ പറഞ്ഞത് ഇടതുപക്ഷ മുന്നണിയെ ഒരുമിച്ച് ഐക്യത്തോട് കൊണ്ടുപോകുന്നതിൽ കോടിയേരിയോളം വൈഭവം ഉണ്ടായിരുന്നു മറ്റൊരാൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾക്ക് തരുന്ന ഉറപ്പുകൾ, ഞങ്ങൾക്ക് തരുന്ന പിന്തുണകൾ ഒക്കെ തന്നെ ആ ഉറപ്പുകളൊക്കെ തന്നെ വെറുതെ ഒരു ഉറപ്പ് പറഞ്ഞു പോകുന്നില്ല, അത് കൃത്യമായിട്ട് പാലിക്കും കോടിയേരി ഞങ്ങൾക്ക് ആ ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിക്കും എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതാണ് കോടിയേരിയെ സംബന്ധിച്ചിട്ട് മുന്നണിയിലുള്ള ആളുകൾ. മറ്റ് നേതാക്കൾ ഇപ്പോൾ ഉമ്മൻചാണ്ടി അങ്കിളുടെ അത് എപ്പോഴും ഞാൻ എടുത്തു പറയുന്ന ഒരു വൈകാരികമായിട്ടുള്ളൊരു ബന്ധം അച്ഛനും ഉമ്മൻചാണ്ടി അങ്കിളും തമ്മിലുണ്ടായിട്ടുണ്ട്. മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ആ പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കളുടെ അടുത്ത് അച്ഛൻ കാണിക്കുന്ന ഒരു സ്നേഹം, പക്ഷേ രാഷ്ട്രീയം വരുമ്പം അവരും അച്ഛനും രണ്ടുപേരും കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുകയും ചെയ്യും. എന്നാൽ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു അനിഷ്ടങ്ങളിലേക്ക് പോകില്ല. അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നാലോചിക്കുന്ന പല നിമിഷങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കും. ഓരോ വർഷം കഴിയുമ്പോഴും വേദന കൂടി വരിക എന്നല്ലാതെ അത് മറക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ അച്ഛൻ്റെ ഒരു കരുത്ത്, ഒരു ബാക്ക് ബോൺ എന്ന നിലയ്ക്ക് പിന്നിലുണ്ടായിരുന്നല്ലേ? തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ ഒരച്ഛൻ എന്നുള്ള രീതിയിൽ തളരാൻ പാടില്ല. എല്ലാ പ്രതിസന്ധികളും അഭിമുഖീകരിക്കണം. ഇത് ജീവിതമാണ്, പല ഘട്ടങ്ങളും ഉണ്ടാവും. കാരണം അത് അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ, നമുക്ക് ഒളിച്ചോടാൻ പാടില്ലല്ലോ. അപ്പോൾ ആ ഒരു ധൈര്യം എപ്പോഴും അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനുണ്ട് എന്നുള്ളൊരു ധൈര്യം എല്ലാ മക്കൾക്കും ഉണ്ടാവുമല്ലോ, ആ ധൈര്യം എനിക്കും ഉണ്ടായിരുന്നു.
കണ്ണൂരിൽ നിന്ന് വിനോദ് മൊറാഴയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.